സീ ഫുഡ് പ്ലേറ്ററും മാംഗോ പുട്ട് ഐസ്ക്രീം ഒക്കെ എവിടുന്നാന്നല്ലേ. മഴ പെയ്തപ്പോൾ കയറി നോക്കാന്ന് വിചാരിച്ച് ഞാൻ കയറി ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ, ഡെസേർട്ടോ. അതിനു മുൻപേ ഈ റീല് നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനും ഫോട്ടോഹോളിക് ആയിട്ടുള്ള പേഴ്സണും സെൻഡ് ചെയ്തോട്ടോ. കാരണം കൊണ്ട് ഇതിന്റെ ഇന്റീരിയർ വരുന്നത് എല്ലാ ഫോട്ടോ പ്രേമികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത്ര എസ്തെറ്റിക് ആയിട്ടാണ് ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ വരുന്നത്. കൂടെ നല്ല യമ്മിയൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡും കൂടി ആയാലോ. അപ്പൊ ഇത് രണ്ടും കൂടെ വരുന്ന ഒരു പ്ലേസ് ആണ് ഡെസേർട്ടോ കേട്ടോ. അപ്പൊ മഴ പെയ്തുകൊണ്ട് എന്താണ് സ്പെഷ്യൽ ഞാൻ അവിടുത്തെ ചോദിച്ചു. അപ്പൊ എന്നെ ചോക്ലേറ്റ് കോഫിയാണ് കേട്ടോ എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഞാൻ അത്ര ചോക്ലേറ്റ് ഫാൻ ഒന്നും അല്ലാന്നുണ്ടെങ്കിലും ഈ ഹോട്ട് ചോക്ലേറ്റ് കോഫി എന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വീഴ്ത്തി കളഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഇവരുടെ വെറൈറ്റി ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്താലോ നോക്കിയത്. ശേഷം ഞാനിവിടെ ട്രൈ ചെയ്ത് മാംഗോ പുട്ട് ഐസ്ക്രീം ആണ് കേട്ടോ. മാംഗോ പുട്ട് കോംബോ ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും മാംഗോ പുട്ട് ഐസ്ക്രീം കോംബോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്ത് നോക്കണത്. മാംഗോ പുട്ടിനേക്കാളും എനിക്ക് മാംഗോ പുട്ട് ഐസ്ക്രീം ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ ഫുഡ് മാത്രമല്ല ഒരുപാട് ഗെയിംസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രാബ് ക്ലോസ് എന്താന്നല്ലേ, സീ ഫുഡ് പ്ലേറ്റർ ആണ് കേട്ടോ. അത് ക്രാബ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് ആണിത്. സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ പോകുന്നവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. സ്വീറ്റ് ലവേഴ്സ് ഒക്കെ ഇത് എന്തായാലും ട്രൈ ചെയ്ത് പോയരുത് കേട്ടോ. ഇതാണ് അവരെ കുനാഫ പിസ്താച്ചോ സൺഡേയും പിന്നെ അവരുടെ ഫ്രഷ് ക്രീം പേസ്ട്രിയും. അങ്ങോട്ട് ചീസ് ലവേഴ്സ് അല്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റ് ഐറ്റം ആണ് കേട്ടോ ഈ ഒരു കമാൻഡോ ഫ്രൈസ്. സ്പോട്ട് വരുന്നത് നിയറസ്റ്റ് സെന്റ് തോമസ് കോളേജ് ആണ്. ഇനി നമ്മുടെ തൃശ്ശൂരിന്റെ അടുത്ത സെൻസേഷൻ പോകുന്ന സ്പോട്ടാണ് ഈ ഡെസേർട്ട് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള വെറൈറ്റീസ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ് ഡെസേർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം മാംഗോ സ്റ്റോറീസ്.